എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹാന്നയാണ് കാണിക്കുന്നത്. നിങ്ങളെ സാൻഹോയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞ ഓഫീസിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവനും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാരോടാ ഇവൻ സംസാരിക്കുന്നതെന്ന് അവൾക്കും മനസ്സിലാകില്ല. എന്നിരുന്നാലും അവനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവളും അവനോട് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല, അത് ശീലമായിക്കോളും. നിങ്ങൾക്ക് എന്താ അവനോട് ചോദിക്കാനായിട്ടുള്ളത്? എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് കേസിനെ കുറിച്ച്. പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. സുജോങ് ആണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. അതിനെന്താ, ചോദിച്ചോളൂ. അന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും പ്രത്യേകിച്ച് നടന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? അന്ന് ഞങ്ങള് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സ്റ്റഡി റൂമിലേക്ക് പോയി അവള് കിടക്കാനായിട്ട് പോയി. പക്ഷെ ഞാൻ അവളോട് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആങ്സൈറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഹസ്ബൻഡിനോട് അവള് വഴക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ആൾക്കാരും അങ്ങനെ ഉറങ്ങാറില്ല. അതിനവനും അത് ഒരു പ്രത്യേകതരം ടീ ആണ്. മകൻ ജനിച്ചതിന് ശേഷം അവൾക്ക് ശരിക്കും ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജങ് നാള് അവൾക്കൊരു ടീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ടാണ് അവൾ ഉറങ്ങുന്നത്. ജങ്ങാണോ ആ ഒരു റിസർച്ചർ? നിങ്ങൾക്ക് അവനെ അറിയാമെന്ന് ചോദിക്കുമ്പോ അറിയാമെന്ന് പറയുന്നുണ്ട്. അയാൾ സംസാരിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. ആ ജങ്ങിന് സുജോങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷവും അവനത് വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഒരിക്കലും ആകില്ല. അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് അയാൾ കഴിയില്ല. അയാൾ എനിക്ക് സംസാരിച്ച സമയത്ത് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അയാൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളാണ് ഈ അമ്മായച്ചനാണ് കൊലപാതകി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും കൊലപാതകം ചെയ്യണമെങ്കിൽ അതിനൊരു മോട്ടീവ് ഉണ്ടാവണമല്ലോ. പക്ഷെ ജങ്ങിന്റെ കേസിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ലല്ലോ അയാളെ സംശയിക്കാൻ വേണ്ടിയിട്ട്. അവളും കുറച്ച് തെളിവുകൾ അവന് കൊടുക്കുന്നുണ്ട്. ജങ്ങിന്റെ റിസർച്ച് അനിമൽ ക്ലോണിംഗ് ആയിരുന്നു. പക്ഷേ അവന്റെ ചീഫ് അത് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയാൾക്ക് അയാളുടെ ഭാര്യ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാൻഹോയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചതാണ്. കൊലപാതകി പലയിടത്തായിട്ട് സാൻഹോയെ അടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു കണ്ണടയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. തിക്കായിട്ടുള്ള കണ്ണട. മഞ്ഞു മൂടിയ പോലെയായിരുന്നു ആ ബാത്റൂമിലെ അന്തരീക്ഷവും. അതുകൊണ്ടായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സാൻഹോയുടെ കൊലപാതകം നടന്ന സമയത്ത് ഈ ജങ് ലാബിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറി പോകുന്നത് CCTV പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ചു പോകുന്നത് അതിനകത്തുണ്ടായിരുന്നില്ല. അതിന് സാൻഹോയും CCTV ഇല്ലാത്ത മറ്റൊരു വഴി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അത് ഇവര് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആനിമൽസിനെയൊക്കെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വഴി ഉണ്ടായിരുന്നത്. അവിടെ CCTV ഇല്ല. പക്ഷെ എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ആ ഓട്ടോപ്സി റിപ്പോർട്ട് ഉണ്ടോ? സാൻഹോ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊല ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആയുധത്തെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവളും അവന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് ഷിന്നു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കൊലപാതകത്തിന് ഉപയോഗിച്ച ആ ഒരു ആയുധത്തിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ആയുധം കണ്ടുപിടിക്കാനായിട്ടില്ല. ആ ആയുധം 7.5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഉരുണ്ട ഇരുമ്പ് ദണ്ടാണ്. അതിന്റെ അറ്റത്ത് ഹുക്ക് പോലെ ഒരു ഭാഗമുണ്ട്. അപ്പോഴാണ് പ്രേതത്തിനും അവര് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധത്തെ കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ആ ജങ്ങം അനിമൽ ക്ലോണിംഗ് എക്സ്പെരിമെന്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനിമൽസിനെ എടുക്കാനും മറ്റുമാണ് അത് ഉപയോഗിക്കുന്നത്. അവനും അതുകൊണ്ട് അനിമൽസിനെ പേടിപ്പിക്കുമ്പോ സാൻഹോ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അനിമൽസിന് അത് സ്ട്രെസ് ഉണ്ടാക്കും, അങ്ങനെ ചെയ്യരുതെന്ന് വഴക്ക് പറയുന്നുണ്ട്. പ്രേതത്തിനും അപ്പോഴാണ് അവനാണ് കൊലപാതകി എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ജങ്ങാണ് അവിടുത്തെ സീനിയർ റിസർച്ചർ. സാൻഹോ പോയി കഴിഞ്ഞാൽ അവിടെ ഡയറക്ടർ ആകാൻ പറ്റിയ ഒരേ ഒരാൾ ജങ്ങാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അയാള് റിസർച്ചറിന്റെ പൊസിഷൻ റിസൈൻ ചെയ്തു. ശേഷം അയാള് ഡയറക്ടറായിട്ട് ചുമതല ഏൽക്കുകയും ചെയ്തു. അയാളും പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സീനിയർ റിസർച്ചർ അകാലത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ചീഫ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സന്ദർഭമാണിത്. പക്ഷെ ഈ സമയത്താണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനുള്ളത്. ഞാൻ നിങ്ങളുടെ പുതിയ ഡയറക്ടറായി ചുമതല ഏൽക്കുകയാണ്. നേരത്തെയുള്ള ഡയറക്ടർ അനിമൽ ക്ലോണിംഗ് എക്സ്പെരിമെന്റ് നിർത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പുനരാരംഭിക്കുകയാണ്. ശേഷം ഷിന്നു അളിയനും വേഷം മാറി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും വരുന്നുണ്ട്. ഞങ്ങളിവിടെ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിയും അവരെ കടത്തിവിടുന്നുണ്ട്. അവരും ആ ആയുധം അന്വേഷിക്കുകയാണ്. അവിടെ അനിമൽസിനെയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവരും വരുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫുഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരും ആ ഒരു ആയുധം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷിന്നും ഹാനെ വിളിക്കുന്നുണ്ട്. ഞാൻ ആ മർഡർ വെപ്പൺ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണുള്ളത്. നിങ്ങൾ ഉള്ളതാണോ പറഞ്ഞത്? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് ഒന്നോ രണ്ടോ അല്ല, ഒരുപാടെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ യഥാർത്ഥമായിട്ടുള്ള ഏതോ ഒന്ന് കാണും. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാള് കെമിക്കൽസ് കൊണ്ട് അത് കഴുകിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് സാൻഹോയുടെ DNA എടുക്കുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് മറ്റൊരു പ്ലാൻ കൂടിയുണ്ട്. എനിക്ക് അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഹാനം ജങ്ങിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങൾ സുജോങ്ങിന്റെ വക്കീലല്ലേ? നിങ്ങൾക്ക് സാൻഹോയ്ക്ക് ഒരു വക്കീലുണ്ടെന്ന കാര്യം അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അയക്കാം എന്ന് പറഞ്ഞ ഷിന്നിന്റെ ഓഫീസിൽ സാൻഹോയും ബോർഡിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ജങ്ങതും കണ്ടിട്ട് ഇത് സാൻഹോയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാനും, ഞാൻ ആ വക്കീലിന്റെ ഓഫീസിൽ ഇത് കണ്ടതാണ്. അവിടുത്തെ ബോർഡിൽ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വക്കീല് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നത് യഥാർത്ഥ കുറ്റവാളി മറ്റാരോ ആണെന്നാണ്. അതുകൊണ്ട് കൊലയാളെ തേടി ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് അയാളെ പോയിട്ടുണ്ട്. ഞാൻ അയാളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ലാബിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അയാൾ വേഗത്തിൽ ഓടിപ്പോകുന്നുണ്ട്. ഷിന്നിനെ വിളിച്ച് ഷിന്ന് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നിന്റെ
പ്ലാൻ ഞാൻ എന്തായാലും അവനെ കൊണ്ട് കൊലക്കുറ്റം സമ്മതിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഹാനും ജങ്ങിനെ കാണുന്നുണ്ട്. ആ വക്കീലിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അയാളാണ് സാൻഹോയുടെ ബോഡി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാർ പറയുന്നത് സാൻഹോയുടെ പ്രേതം ഷിന്നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അയാളാണ് ആ ബോർഡില് ഇക്വേഷൻസും മറ്റും എഴുതിയിട്ടുണ്ടായിരുന്നതെന്നാണ്. അയാള് ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാളെ നേരിടാൻ നമുക്ക് പറ്റുമോ? ജങ്ങും സാൻഹോയുടെ മരണശേഷവും സുജോങ്ങിന്റെ അറസ്റ്റിന് ശേഷവും എന്തൊക്കെയോ കാര്യങ്ങള് വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്നെ കൊണ്ട് ഇതൊക്കെ നേരെയാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ വിറയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല. അതിനോളം നിങ്ങൾക്ക് പ്രേതത്തെ പേടിയുണ്ടോ? അതിനാളും ഞാനൊരു സയന്റിസ്റ്റ് ആണ്, എനിക്ക് പ്രേതത്തെ ഒന്നും പേടിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അതിനോളം നമുക്ക് ഒരുമിച്ച് പോവാം, അവനെ നമുക്ക് ഒരുമിച്ച് തേടാമെന്ന് പറയുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ പരിപാലിക്കുന്ന കുറച്ച് നായകള് ഭയങ്കര അഗ്രസീവ് ആണ്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, അവിടെ എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാളും അവിടേക്ക് പോകുന്നുണ്ട്. ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാളും ആനിമൽസിനെയൊക്കെ വളർത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അയാളും ചോദിക്കുമ്പോ അപ്പോഴാണ് അവിടെ ഒരാൾ ഇരിക്കുന്നത് കാണുന്നത്. നിങ്ങൾ വന്നു അല്ലേ, നിങ്ങൾ ആരാണ്, ആ വക്കീലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കിപ്പോഴും മനസ്സിലായില്ലേ, നിനക്കിപ്പോഴും ഞാൻ വക്കീലാണെന്നാണോ തോന്നുന്നത്? അവൻ ഇവിടെ വരുന്നുണ്ട്, അവൻ വരികയാണ്. ആര് വരുന്നു? സാൻഹോ. നിങ്ങൾ കൊന്ന ആ മനുഷ്യൻ. സാൻഹോയോ? അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴവൻ ഇവിടെ വരുന്നതായിരിക്കും. അവൻ ഇവിടെ ഉണ്ട്. ആ സമയം ബോർഡില് എന്തൊക്കെയോ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് സാൻഹോയെ പോലെ ഒരാളും അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ജങ്ങും അതിശയിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് ചെയ്തത്? ഞാൻ നിന്നോട് എന്താ ചെയ്തത്? എന്തിനാ എന്നെ കൊന്നുകളഞ്ഞത്? ജങ്ങും പേടിച്ചിട്ട് അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് ഓടാനായിട്ട് ശ്രമിക്കുന്ന ആ സമയം മറ്റെന്തോ ഇവന്റെ മുന്നിലേക്ക് വീഴുന്നുണ്ട്. സാൻഹോയിട്ട് വീഴ്ചയിട്ടിട്ടുണ്ടായിരുന്നത് ഷിന്റെ അളിയനാണ്. AI വോയിസ് ചേഞ്ചറും അവന് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോ സാൻഹോയുടെ ശബ്ദത്തില് അവന് സംസാരിക്കാനായിട്ട് കഴിയും. ആ ഒരു ഡമ്മി പ്രേതത്തെ ഇവരും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവനും സത്യം പറയുമ്പോ നമ്മൾ ഫോണില് അത് റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. ജങ്ങും നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. പ്രേതു, നിങ്ങളാണ് എന്നെ കൊന്നതെന്ന് മര്യാദയ്ക്ക് പറയേ. ജങ്ങും നീ എവിടെയാണ്, പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ആ ഒരു ആയുധം എടുത്ത് വീശുന്നുണ്ട്. ആ സമയമാണ് ഇവൻ തന്നെയാണ് തന്റെ തലയ്ക്ക് അടിച്ചതെന്ന് സാൻഹോയ്ക്കും ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അവനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ആ സമയം ഷിന്നിനും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നി? നിന്റെ അമ്മയുടെ സർജറിക്ക് വേണ്ടി ഞാൻ നിനക്ക് പണം തന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എന്നെ കൊന്നതുകൊണ്ട് നീ രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? ജങ്ങും, നിങ്ങളുടെ അവസാന ശ്വാസം പോകുന്നത് വരെ ഞാൻ അവിടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അവനും ഞാൻ മരിച്ചത് തന്നെയാണ്, പക്ഷെ ഞാൻ തിരികെ വന്നു. കാരണം തെറ്റായ രീതിയിലാണ് ഞാൻ കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം അവനും എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഇവിടെ അളിയനും അവൻ എന്തായാലും സത്യം പറയുമെന്ന് പറഞ്ഞ് അവിടെ ഫോണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനും ബട്ടൺസ് പ്രസ് ചെയ്യുന്ന സമയം അവിടെ എല്ലാം തീ പിടിക്കുന്നുണ്ട്. അവനും ഷിന്നെന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട്. ചീഫിന് നേരത്തെ എന്നെയായിരുന്നു വലിയ കാര്യം, നീ വരുന്നതിന് മുന്നേ നിന്നെ കൊല്ലണമെന്ന് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നില്ല. കള്ളം പറയരുത്, നീ ഒരു ആയുധമായിട്ടല്ലേ എന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം തീ കത്തിയത് കൊണ്ട് തന്നെ അവിടെ സ്പ്രിംഗ്ലേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം ഷിന്നിനും ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഡമ്മിയും താഴെ വന്ന് വീഴുന്നുണ്ട്. അപ്പോഴാണ് ഇതെല്ലാം ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ജങ്ങിന് മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം ഫേക്ക് ആയിരുന്നല്ലേ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? നീ ഇവിടെ തന്നെ മരിക്കണം എന്ന് പറഞ്ഞ് അവനെ അടിക്കാനായിട്ട് വരുന്ന സമയം ഹാനോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ആ സമയം എൻട്രൻസിൽ കാണുന്ന ഒരു റെഡ് കളർ ബട്ടൺ അവളും പ്രസ് ചെയ്യാനായിട്ട് പോകുമ്പോ ജങ്ങും വേണ്ടെന്ന് പറയുന്നുണ്ട്. അവളും നിവൃത്തിയില്ലാതെ അത് പ്രസ് ചെയ്യുമ്പോ അവിടെ ഉണ്ടായിരുന്ന നായകളെല്ലാം തന്നെ പുറത്തേക്ക് വന്ന് ജങ്ങിനെയും ഉപദ്രവിക്കുന്നു. ശേഷം ജങ്ങിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേതവും ഭാര്യ കാണുന്നുണ്ട്. അമ്മയ്ക്ക് തീരെ വയ്യാതായിട്ടുണ്ടായിരുന്നു. അവരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. എന്റെ അടുത്തേക്ക് വരുന്ന പ്രേതങ്ങള് റിവഞ്ച് ചെയ്യാൻ മാത്രമല്ല വരുന്നത്, ഇവനും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റിസർച്ചും ചെയ്യുന്നുണ്ട്. അവന്റെ ഭാര്യയുടെ അമ്മയെ സുഖപ്പെടുത്താനുള്ള ട്രീറ്റ്മെന്റ് ആണ് അവന് നോക്കുന്നത്. അവന് ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ അവനും അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അവനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അയാള് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അമ്മയ്ക്കും സുഖമാവുന്നുണ്ട്. അവൾ വീണ്ടും സന്തോഷത്തിലാകുന്നുണ്ട്. ഭാര്യയും മകനും അവന്റെ ആ ഒരു കല്ലറയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അവനോട് ഒരുപാട് കാര്യങ്ങൾ അവളും സംസാരിക്കുന്നുണ്ട്. ആ സമയം ഷിന്നും അവിടേക്ക് വരുന്നു. അവളും അവനോട് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്കും സന്തോഷം തിരികെ കിട്ടിയത്. അവനും ഞാൻ കാരണമല്ലല്ലോ, അത് നിങ്ങൾക്കും അറിയുന്നതല്ലേ, നിങ്ങളില്ലാതെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ അവളും നന്ദി പറയുന്നുണ്ട്. ശേഷം സാൻഹോയെയും മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു വിടണമല്ലോ, അതിനുവേണ്ടി ഇവരും ആ മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കുന്നുണ്ട്. അത് കത്തുന്നതോടൊപ്പം സാൻഹോയും ചാരമായി ആകാശത്തേക്ക് പറക്കുന്നു. അയാളും സന്തോഷത്തോടെ ഷിന്നിന് യാത്ര പറയുന്നുണ്ട്. ശേഷം അവനും റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സമയം അവനും തലകറക്കം പോലെയൊക്കെ വരുന്നുണ്ട്. ഫാദറും കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അവനും കുറച്ചു ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അവനോട് റെസ്റ്റ് എടുക്കാനായി ഫാദർ പറയുന്നുണ്ട്. ആ സമയം ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് അനങ്ങുന്നുണ്ട്. ഇവന്റെ അടുത്തേക്കും എന്തോ വരുന്നത് ഇവന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവനത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അവനും തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.